നമ്മൾ ട്രിവാൻഡ്രത്ത് മുട്ടത്തറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് കോവളം റൂട്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ PPS സ്കോഡയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. കൂടെ ഒരു സ്ലാവി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡ്രൈവ് നമുക്ക് കോവളം റോഡിലേക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്ലാവിയുടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം 2024 പുതിയ മോഡൽ 2023 2024 ആ ഒരു മോഡലിലേക്ക് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു PPS സ്കോഡ ഷോറൂമിലാണ്. അപ്പോൾ ഈ ഒരു ഷോറൂം ഏകദേശം ഒരു 1 year ആയിട്ട് ഇവിടെയുണ്ട്. ഇത് കൂടാതെ ഈ PPS ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു 19 ബ്രാൻഡ്സ്, അതായത് ഇൻ്റർനാഷണൽ നാഷണൽ ബ്രാൻഡ്സിൻ്റെ ഡീലർഷിപ്സ് പല സ്ഥലത്തായിട്ട് നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊരു ടീമാണ്. ഏകദേശം ഒരു 1948 മുതൽ പ്രവർത്തനം ആരംഭിച്ച് വളരെ വലിയൊരു ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ അവരുടെ അണ്ടറിലുള്ള PPS സ്കോഡ ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വെഹിക്കിൾ എടുക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്കറിയാം പ്രോജക്റ്റ് 2.0 സ്കോഡയുടെ വന്നപ്പോഴത്തേക്കും ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിനും നമ്മളുടെയൊക്കെ നീഡ്സിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കി. കാരണം പൊതുവേ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു സ്കോഡയുടെ കാർസൊക്കെ. ഇപ്പം സെഡാൻ ടൈപ്പുള്ള മോഡൽസൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള പല പല മോഡൽസ് ഉണ്ട്. റാപ്പിഡ് പോലെയുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് 2.0 വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായി. അതുപോലെ തന്നെ സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. പാർട്സ് അവൈലബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പം വൈഡ് ആയിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക് വന്നു. അപ്പം PPS സ്കോഡയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയൊരു സർവീസ് സെൻറ്റർ വരുന്നുണ്ട്. ഇതൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവിന് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈവിന് എടുത്തിട്ടുണ്ട്. ഡ്രൈവിന് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഏത് വെഹിക്കിൾ എടുത്താലും ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്കോഡ വെഹിക്കിളിനെ സംബന്ധിച്ച് നോക്കി, ഏറ്റവും താന്നിട്ട് നമുക്ക് സ്റ്റിയറിംഗ് വെച്ചിട്ട് ഏറ്റവും ഇറക്കി വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നൊരു പൊസിഷനുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഡ്രൈവിന് എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലിറ്റർ TSI എഞ്ചിനാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്ററും 1.5 ഉണ്ടെന്നറിയാലോ. അപ്പോൾ 1.5 ലിറ്റർ എടുത്തിട്ടുള്ളത്. അപ്പം ശരിക്കും ഈ എടുക്കുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ ആക്ച്വലി നമുക്ക് ഈ സ്കോഡ വെഹിക്കിൾസിനെല്ലാം തന്നെ GNCAP 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയായിരുന്നല്ലോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാൻഡാണെന്ന് അറിയാലോ. അഫോർഡബിൾ റേറ്റിലേക്കും അതേപോലെ തന്നെ സേഫ്റ്റി സൈഡും നോക്കുവാണെങ്കിൽ നമുക്ക് നിലവിൽ വാങ്ങാൻ പറ്റുന്ന വെഹിക്കിൾസാണ്. അപ്പം ഇത് നമ്മൾ ഒരു ട്രാക്കിൽ, അതായത് സ്കോഡ കുഷാക്ക്, കോഡിയാക്ക് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും മൾട്ടിപ്പിൾ ടെറൈൻ ഒന്ന് ഓടിക്കാൻ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം. അപ്പോൾ അത് ഓടിച്ച സമയത്താണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു റിയൽ എക്സ്പീരിയൻസ്. ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ കോർണറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് കൺട്രോളും വെഹിക്കിളിൻ്റെ ഓവറോൾ ഒരു ഹാൻഡിലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണേണ്ടവർക്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ തന്നെയാണ്, അതായത് ഹാൻഡ്ലിംഗ് ആൻഡ് കംഫർട്ട്. അപ്പോൾ അത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഈ ഒരു 2023-24 അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള മാറ്റം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ഇപ്പം ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും 6 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും 25.4 സെൻറ്റിമീറ്റർ ഉള്ള വലിയൊരു ടച്ച് സ്ക്രീൻ ആയിട്ടുണ്ട്. അതായത് പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ 17.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. അത് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലറിയാലോ നല്ല കിടിലൻ സ്പീക്കേഴ്സ് ഉണ്ട്. സൗണ്ട് സിസ്റ്റം ഒക്കെ ഒന്നും പറയാനില്ല. അപ്പം 8 സ്പീക്കേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു 380 വാട്ട്സിൻ്റെ ഒരു സബ് ബൂഫറൂടെ ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കംഫർട്ട് ലെവൽ നമുക്ക് മ്യൂസിക്കൊക്കെ കേട്ട് പോകുന്നവർക്ക് എന്തായാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ അതും വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്ഡേറ്റ്സ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. എലഗൻസ് എഡീഷൻ തുടങ്ങിയിട്ടുള്ള എഡീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സെലക്റ്റീവായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള എഡീഷൻസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് സ്കോഡയുടെ സൈഡിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവരുടെ വൈഡ് റേഞ്ച് ഓഫ് സർവീസ് നെറ്റ്വർക്ക് കേട്ടോ. കാരണം സ്കോഡ വെഹിക്കിൾസ് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കൊക്കെ ഒരു പണ്ട് കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസിന് നമ്മൾ ദൂരെ പോകണമല്ലോ, പിന്നെ ഭയങ്കര കോസ്റ്റാണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്നായാലും ഇപ്പോൾ പ്രോജക്റ്റ് 2.0 വന്നപ്പോഴത്തേക്കും ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈസി സർവീസ്, എല്ലാ സ്ഥലങ്ങളിലേക്കും വൈഡ് റേഞ്ച് ഓഫ് നെറ്റ്വർക്ക് വന്നു. കഴിഞ്ഞ വർഷം 240ഓളം ആയിരുന്നെങ്കിൽ ഇപ്പോൾ 340, ഒരു 100ഓളം സർവീസ് സ്റ്റേഷൻസ് ഇപ്പോൾ ആഡ് ഓൺ ആയി. പിന്നെ സ്കോഡനെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി 4 വർഷമോ അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററോ സ്റ്റാൻഡേർഡ് ആയിട്ട് വാറണ്ടി കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു 2 വർഷം കൂടി, അതായത് 6 വർഷമോ 1.5 ലക്ഷം കിലോമീറ്ററോ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടിയിലും ആഡാക്കാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു വാറണ്ടിയാണ്. ഇതോടൊപ്പം തന്നെ ഇവർ
ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 26,000 രൂപ മുടക്കി കഴിഞ്ഞാൽ സർവീസ് പാക്കേജാണ് കേട്ടോ. ഒരു 60,000 കിലോമീറ്റർ വരെയുള്ള വെഹിക്കിളിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് ഇതിൽ വരുന്ന സർവീസിൽ വരുന്ന, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ്റനൻസിൽ വരുന്ന ഓയിൽ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, അതേപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്കൊരു 60,000 കിലോമീറ്റർ വരെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും കമ്പനി തന്നെ സർവീസിൽ നോക്കിക്കോളും. അപ്പോൾ ഇത് ശരിക്കും ഒരു അട്രാക്റ്റീവ് പാർട്ടാണ്. കാരണം ഓരോ സർവീസും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 15,000 കിലോമീറ്റർ ഗ്യാപ്പിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സർവീസ് കോസ്റ്റ് ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സാധാരണ വെഹിക്കിൾസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സർവീസ് ഇൻ്റർവെൽ വരുമ്പോൾ ഒരു 15,000 ആയതുകൊണ്ട് തന്നെ, സാധാരണ 10,000 ഒക്കെ ഉള്ളത് ഇപ്പോൾ ഈ സ്കോഡയിൽ നിന്ന് കിട്ടുന്നത് 15,000 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതേപോലെ നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള സ്കോഡ കണക്റ്റും സ്കോഡ ആപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കോഡ കണക്റ്റിലൂടെ നമുക്ക് വെഹിക്കിളിൻ്റെ ഓവറോൾ ട്രാക്കിങ്ങോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എല്ലാ ജിയോ ഫെൻസിങ് പോലെയുള്ള കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു കണക്ട് ത്രൂ കിട്ടുന്നുണ്ട്. പിന്നെ ആപ്പ് ത്രൂ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ സർവീസ് ഇൻ്റർവെൽ, സർവീസ് റിമൈൻഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അങ്ങനെയും കിട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യട്ടെ, അതായത് പ്രൈസ് പോയിന്റ്. ഇപ്പോൾ സ്ലാവിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് മോഡൽ 11,50,000 രൂപയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ് ടു 19,11,000 എക്സ്ഷോറൂം പ്രൈസ്. അതായത് ആ ഒരു പ്രൈസ് പോയിന്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന സെഡാൻ വെഹിക്കിളാണ് ശരിക്കും സ്ലാവിയ. അപ്പം കോമ്പറ്റീറ്റേഴ്സ് അറിയാലോ, നമുക്ക് വെർണയുണ്ട്, അതേപോലെ തന്നെ ഹോണ്ട സിറ്റി ഉണ്ട്. അപ്പം കോമ്പറ്റീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് നമ്മുടെ സ്ലാവിയ. അപ്പോൾ നമ്മൾ നേരെ കോവളത്തുനിന്ന് ഇപ്പോൾ ഡ്രൈവിന് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കന്യാകുമാരി പുതിയ ഹൈവേ, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് എടുത്തോട്ടോ. ഭയങ്കര ഗംഭീരമായിട്ടുള്ള റോഡാണ്, ഇടയ്ക്കൊരു ടോളുണ്ട്. അപ്പം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഇപ്പം ഈ ഒരു DSG ഗിയർ ബോക്സുള്ള വെഹിക്കിൾ, ഇപ്പോൾ 1.5 ലിറ്റർ എഞ്ചിൻ, അതും ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി ഉള്ള വെഹിക്കിളാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. എങ്കിലും ഓവർ സ്പീഡൊന്നും അല്ല കേട്ടോ, നമുക്ക് എടുക്കാവുന്നതിൻ്റെ മാക്സിമം സ്പീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഒക്കെ നോക്കി കുറച്ച് നല്ല ഒരു ലാഗും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിന് തന്നെ 1 ലിറ്ററും ഉണ്ട്, അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുമ്പോഴത്തേക്കും 6 സ്പീഡാണ്, ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ടോപ്പിൽ വരുമ്പോഴത്തേക്കും DSG ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. അപ്പം ബഡ്ജറ്റ് ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു ടോപ്പ് എൻഡ് മോഡലും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കേണ്ടവർക്ക് ഒരു 1 ലിറ്ററിൻ്റെ മോഡലും നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കറക്റ്റ് ആ ഒരു ഫീൽ കിട്ടുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു നല്ല രസമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്ത് അങ്ങനെ കോളത്തെത്തി. ബീച്ച് സൈഡ് ഇട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും ഭയങ്കര വെയിൽ, അതുകൊണ്ട് സൈഡിൽ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഈ ഒരു സ്കോഡയുടെ ഇപ്പോൾ സ്ലാവിയയുടെ ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. കാരണം ഈ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, അതോടൊപ്പം തന്നെയുള്ള ഈ ഒരു കൺട്രോൾസിൻ്റെ ആ ഒരു ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഒരു റോളർ ടൈപ്പാണ്. ഇതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ തന്നെയുള്ള പാഡ് ഷിഫ്റ്റേഴ്സും അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവ് ആണ് വെഹിക്കിൾ. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന് ഓവറോൾ വാക്ക് അറൗണ്ട് പോലെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള ഷേപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെന്റ് ബേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ളൊരു മോഡലാണ് സ്ലാവിയയുടേത് കേട്ടോ. അതായത് 2651 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം ക്ലിയറൻസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുവാണെങ്കിൽ 179 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുള്ള കാര്യങ്ങളും കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് നമ്മുടെ സ്ലാവിയ. അപ്പോൾ ജസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ്, ഇപ്പോൾ ചെറിയൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ നമ്മുടെ സ്ലാവിയയുടെ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വെഹിക്കിൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PPS സ്കോഡ ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പം സർവീസിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ള സെയിൽസ് സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ട്രിവാൻഡ്രത്ത് ഇനി വേണ്ടവർക്ക് നമുക്ക് PPS സ്കോഡയെ കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.